തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 3 പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും. ശ്യാം, ഏറെ യൂട്യൂബിലൊക്കെ സുഹൃത്തുക്കളെ, രാസലഹരി കേസിൽ നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് അറസ്റ്റിലായി. ഞാൻ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്ഭുതം ഉണ്ടാക്കുന്ന വാർത്തയാണോ ഇതെന്നതാണ്. ഒട്ടും അത്ഭുതം ഉണ്ടാക്കുന്ന വാർത്തയല്ല. എനിക്കെന്നൊക്കെ തോന്നിയിട്ടുള്ളത് ഇദ്ദേഹം നല്ല ലഹരിക്ക് അടിമയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തൊപ്പിയെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളാണ്. ചെറിയ കുട്ടികളാണ് തൊപ്പിയെ പോലെ തെറി പറയാനും, തൊപ്പിയെ പോലെ വീഡിയോ ചെയ്യാനും, തൊപ്പിയെ പോലെ നടക്കാനും, തൊപ്പിയെ പോലെ ആ സ്റ്റൈല്, ഹെയർ സ്റ്റൈലും അതുപോലെ ആ ഒരു കണ്ണടക്കം വെച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് യുവാക്കളായിട്ടുള്ള ആളുകളാണേ. അവരാണ് തൊപ്പിയാണ് ഏറ്റവും ഗ്രേറ്റ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, MDMA കേസിൽ തൊപ്പി അറസ്റ്റിലായിട്ടുണ്ട്, കുറച്ച് സുഹൃത്തുക്കളായി അറസ്റ്റിലായിട്ടുണ്ട്.